പിന്നെ കണ്ടത് ഒരു മാസം കൊള്ളാത്ത മനസ്സാമയിടാൻ വേണ്ടി റെഡി ആയിട്ട് പേപ്പറൊക്കെ ഇങ്ങനെ വെച്ചിരിക്കാണ്. Hello guys, welcome to Liya with Mom. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിലിരിക്കുകയാണ്. നമ്മളെ തേർഡ് സെമ്മിലെ ലാസ്റ്റ് വീക്കാണ്. കോളേജൊക്കെ ചത്ത പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ കുറച്ച് തേർഡ് സെമ്മിലെ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇന്ന് നമുക്ക് സെക്കൻഡ് പീരീഡ് എക്സാം പറഞ്ഞതായിരുന്നു, പക്ഷേ എക്സാം ആയിരുന്നില്ല. അതെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ കോളേജിലേക്ക് മന്ത്രി വരികയാണ്, അതുകൊണ്ട് കോളേജ് ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ഷിഫയും ലിയയും അറബിക് ജനറൽ എക്സാം എഴുതാണ്. ഇതിൽ കാണുന്നില്ല, അതുകൊണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല പ്രകൃതി രമണീയത. ഊനാലിൻ്റെ അവിടെ ചളിയാണ്. നല്ല അടിച്ചു വരുന്ന ശബ്ദങ്ങളല്ലാതെ വേറെ ഒരു ശബ്ദം ഇവിടെ ഇല്ല. നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ചോറ് വാങ്ങി അതിന് മുമ്പ് എനിക്ക് വെള്ളിയാഴ്ച എന്താണുള്ളത്? അതിനു മുമ്പ് വെള്ളിയാഴ്ച എടുക്കുക ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. ഞാൻ 8 ഉം 8 ഒക്കെ എടുക്കും. എല്ലാവരും ഇൻഷാല്ലാ. എട്ടിട്ട് ലൈസൻസ് കിട്ടിയിട്ട് ഈ വ്ളോഗ് പബ്ലിഷ് ആവുള്ളൂ. ഞാൻ വരും കോളേജിൽ കാറും എടുത്തിട്ട്. പിന്നെ ഓണത്തിനൊക്കെ ഞാനൊക്കെ മുൾപ്പത്ത് വരും നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ. റിവേഴ്സ് എടുക്കാൻ അറിയോ? നമുക്ക് വളച്ചു വെപ്പിക്കാം. ഓരോരുത്തർ എത്തിയാല് പെട്രോൾ അരച്ചിട്ട് ഓരോട് നിങ്ങളൊന്ന് വളച്ചു. ഫസ്റ്റ് ദിവസം വന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നൂറിന്റെ അടുത്ത് പോയിരുന്ന് പോയിട്ട് മൈൻഡ് ആക്കാൻ നോക്കുമ്പോൾ നൂറിനോട് ഭയങ്കര പണ്ടിയുള്ള ടീം. നമ്മളിവിടെ പള്ളിയിൽ പോയി ഞാനിങ്ങനെ അപ്പനൊക്കെ മണവാട്ടിനെ കൊണ്ടുപോയി. ഷിഫ വന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. കാരണം എന്താ, ഷിഫ വന്നത് തന്നെ ഷിഫക്ക് ചീത്തട്ടി. ആരും തിന്ന്? ശശി സർ. ശശി സർ ഒറ്റ വായിക്കണം. ക്ലാസ്സിൽ തണുത്തോളം കുടിച്ചു ഷിഫ. ഫോൺ അടിച്ച് അതിലൂടെ ചോറയ്ക്ക് കൂട്ടിക്കോ. ഈ കോളേജിൽ ആദ്യം ഫസ്റ്റ് വന്നാലും ചോറയ്ക്ക് കൂട്ടാം. അതിലായിരിക്കും ആദ്യം പിന്നെ ഓരോക്ക് വേറെ ടീം പോകും. അതിലാ കണക്ക് പറയും. ആരെ കൂട്ടിയ ചോറിന്? അതിലാരെ ചോറിനാൻ കൂട്ടി ഇന്നെ കൂട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ പിന്നെ വൈകി വരുന്ന പോലെല്ലാം ഫുഡ് കഴിക്കാൻ കൂട്ടാറാണ്. ക്ലാസ്സിലേക്കാന്ന് ഓർമ്മയുണ്ടോ? ഇല്ലില്ല, ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇത് വന്നിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് ഓളാണ് എനിക്ക് സീറ്റ് തന്നത്. എന്നിട്ട് സീറ്റ് തന്നപ്പോ ഒരു തെറ്റിപ്പോയി. പക്ഷെ ഓളുണ്ട് ഞമ്മളൊപ്പം. വന്നേക്ക് വേണ്ടി സ്പെഷ്യൽ MLA KK രമ. ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളാണ്. സ്ത്രീ ശാക്തി
അങ്ങനെ തിരിച്ച് റൂമിലെത്തി. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇർഫാനെ കുറച്ച് ദിവാലി സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല മധുരമൊക്കെ കഴിച്ച് ഇനി നമുക്ക് നാളെ കാണാം. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സെമിനാർ വന്നു. ഒരു ഗ്രൂപ്പിൽ ഒരാൾ പ്രസന്റ് പക്ഷെ ആരെടുക്കും എന്താണ് എങ്ങനെ നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് കണ്ടറിയാം. ടീം ഇവരാണ് ഗൈസ്. രാത്രി 9:30 ഇന്ന് ഗ്രൂപ്പിൽ എല്ലാ കുട്ടികളെയും പിടിച്ച് എല്ലാവരെയും ഏൽപ്പിച്ച ഷിഫ. എല്ലാവരും അനീന ഇത് പ്രസന്റ് ചെയ്യണം കേട്ടോ, ബാസിന ഇത് പ്രസന്റ് ചെയ്യണം കേട്ടോ, റസീഫ ഇത് പ്രസന്റ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് എന്തായി? നമ്മളെ ഗ്രൂപ്പാണ് പ്രസന്റ് ചെയ്യാൻ. ഞങ്ങളെ ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യുന്നത് നിമിഷയാണ്. അപ്പോൾ നമ്മളെ സെമിനാർ കഴിഞ്ഞു. ഞങ്ങൾ മറ്റേ ടീമിൻ്റെ സെക്കൻഡ് ടീമിൻ്റെ സെമിനാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഓടി എന്തിനു വേണ്ടി സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എടാ അതുകൊണ്ട് ഞങ്ങൾ സെമിനാർ എടുക്കേണ്ടി വന്നില്ല. പക്ഷേ സാറ് എന്നെ വിളിച്ച് സെമിനാർ എടുക്കാൻ എടുപ്പിച്ചു. ഷിഫൻ്റെ കാര്യമാണ് കഷ്ടമായത്. സീറ്റ് ഉണ്ടോ പോയി നോക്കട്ടെ, വഴിയിൽ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ ചോറ് വാങ്ങി തിന്നുന്നത്. ഈ നടുവിലെ മനുഷ്യനാണ്. ഇത്രയും വരി കഴിയണം. സ്ഥലം ഉണ്ടോ പോയി നോക്കാൻ പറഞ്ഞ് പോയ മനുഷ്യനാ. പിന്നെ കണ്ടത് എന്താ ഈ ചോറ് തിന്നതാ. ഇത് കാര്യത്തിൽ എനിക്കുള്ളതാ. എക്സാമാണ് എല്ലാവരും അറേഞ്ച് ചെയ്ത് നമ്മൾ എക്സാമിന് സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊപ്പം നടത്തോളം ഓല് നമ്മൾ വിശ്വസിക്കരുത്. കാരണം എക്സാം ആകുമ്പോൾ പറഞ്ഞാൽ ഓല് എപ്പോഴും ഉദാഹരണം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. മനസ്സിലായില്ലേ? എന്ത് ഇന്റേണൽ എക്സാം? ഇന്റേണൽ എക്സാം നിങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമല്ല. വാട്ട് എക്സാംസ്? നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വന്നതാണ്. സോ നമ്മൾ എക്സാമൊക്കെ എഴുതി അടിപൊളി എക്സാമാണ്. ശിവ പറയാൻ എങ്ങനെയാണ് എക്സാം? പെർഫെക്റ്റ്. അപ്പോൾ എക്സാം കഴിഞ്ഞ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഇന്ന് രാവിലെ പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് വിത്തൗട്ട് ഇട്ട ബ്ലാക്ക് ടീ ആണ് കുടിച്ചത്. ഇപ്പം നമുക്ക് നല്ല പാൽച്ചായ കുടിക്കാം. നല്ല മഴയാണ്. മഴയില്ല, അങ്ങനെ മഴ ചാറ്റലുണ്ട്. നല്ല തണുപ്പായ അന്തരീക്ഷത്തിൽ നല്ല ചൂട് ചായയും പപ്സാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഉണ്ടെങ്കിൽ പപ്സ് തിന്നാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്നാം. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മധുരക്കേങ്ങയായിരുന്നു. ഒരു വസ്തുക്കും കൊള്ളാത്ത മധുരക്കേങ്ങയായിരുന്നു. അത് തിന്നിട്ട് എന്താ പറയുക, ഛർദ്ദിക്കാൻ വരെ എനിക്ക് വന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോളേജ് ക്യാൻറ്റീന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഏലാഞ്ചി നമ്മളെല്ലാവരും എക്സാം എഴുതാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് പേപ്പറൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ പേര് വരെ എഴുതി കണ്ടോ? ശിവ പേര് വരെ എഴുതി. അത്രയ്ക്ക് അത് ക്വസ്റ്റ്യൻ കിട്ടാത്തതല്ല, അത്രയ്ക്കും ആത്മാർത്ഥതയാണ്.
നമ്മുടെ എക്സാം കഴിഞ്ഞു, ഇതോടുകൂടി തേർഡ് സെമ്മിലെ എക്സാം കഴിഞ്ഞു. പോകാൻ വേണ്ടി ബാഗ് വരെ ഞാൻ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടീമിൻ്റെ സെമിനാറുകളുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് സെം കഴിഞ്ഞു. Okay guys, bye 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 bye. തേർഡ് സെം കഴിഞ്ഞ് നമ്മള് ഇനി വീട്ടിൽ പോവാണ്. അപ്പൊ പറയൂ, തേർഡ് സെം എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ. പെട്ടെന്ന് തീർന്ന പറയൂ തേർഡ് സെം. ഇനി നമ്മള് സ്റ്റഡി ലീവിനെ കാണുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഷാഹിമാന്റെ തേർഡ് സെം? അഭിജിത്തിന്റെ തേർഡ് സെം എങ്ങനെ ഉണ്ടായിരുന്നു? നൂറ് വീഡിയോയിൽ വരുന്നില്ല എന്നൊക്കെ ഫാൻസ് പറയുന്നുണ്ട്. ഇവിടെ കാണില്ലല്ലോ. അങ്ങനെ തേർഡ് സെം ഇവിടെ കഴിയാണ്. പറയാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിലും എന്നാലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തേർഡ് സെമ്മിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ തേർഡ് സെം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെമ്മിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.